Hi friends, Assalamu alaikum. Bismi ചല്ലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 3 അച്ചു ശർക്കരയും അതുപോലെ തന്നെ ഒരു 5 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് എന്താ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം നമ്മൾ 125 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 125 ml കപ്പിൽ കേട്ടോ. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കരയുടെ ആ പാത്രം മാറ്റിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പാനിലേക്ക് നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഈ ശർക്കര പാനിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ എടുക്കുക. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 5 ചെറിയ പഴം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഞാൻ വട്ടത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചെറിയ പഴം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ശർക്കര പാനിയൊക്കെ ഈ പഴത്തിലേക്ക് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് പഴം ഒന്ന് വെന്ത് വരികയും ചെയ്യും. ശർക്കര പാനി ഈ പഴത്തിൽ നിന്ന് സോക്കായിട്ട് പഴത്തിന് നല്ലൊരു അടിപൊളി മധുരവുമായിരിക്കും. ഇനി ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്കൊരു 3 ഏലക്കായ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര പാനി ഈ പഴത്തിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. പഴം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ പഴം ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു തവി കൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. കുറച്ചുകൂടി ശർക്കരയിൽ ഇതിൻ്റെ ആ വെള്ളമുണ്ട്, അതുകൂടെ നമുക്കൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ നോക്കാം, പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മുടെ ശർക്കര പാനിയിൽ ഒഴിച്ച് ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പഴത്തിലേക്ക് ശർക്കരപ്പാനി നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഈ ഒരു പരുവം ഇങ്ങനെയാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് തണുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ ബ്രെഡ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എത്ര ഫില്ലിങ് വെക്കണം അതനുസരിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡൊന്ന് വെള്ളം കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഈ രീതിയിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ബ്രെഡിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ 5 എണ്ണം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡും പഴവും കൂടിയുള്ള ആ ഒരിത് വെച്ച് കൊടുക്കും. ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 ഭാഗവും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഓയിലാണ് ഒഴിച്ചത്, അതിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് കൂടിയാണ്. ഈ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ 10 മണിക്ക് കഴിക്കാനൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഹെൽത്തി വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്ന് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.